ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് ബ്ലാക്ക് ഹാൻ ഇട്ടാലോ. ഞാൻ കുറേ ആയിട്ടോ ബ്ലാക്ക് ഹാൻ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഒന്നാണെങ്കിൽ ഒരു എന്തോ മൂഡ് ഓഫ് ഉള്ള ദിവസമാണ്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചില ദിവസങ്ങൾ നമുക്കൊരു കാരണം ഉണ്ടാവില്ല, എന്നാൽ വെറുതെ മൂഡ് ഓഫ് ആയിക്കരാം. അങ്ങനെ ഒരു ഡേ ഉണ്ട് എനിക്കിന്ന്. അപ്പോൾ അത് എന്തായാലും ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാനൊരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ബ്ലാക്ക് ഹാനെ കൊണ്ടുവന്നിട്ട് ഇട്ട് നോക്കാം. എന്തായാലും ഞാൻ കുറേ ദിവസമായി വിചാരിക്കണേ. അങ്ങനെ അതാ എടുത്തിട്ടുണ്ട്, പൊട്ടിച്ച് കുറച്ചിടാന്ന് വിചാരിച്ചിട്ടുള്ളൂ ഗൈസ്. പക്ഷേ പിന്നെ കുറച്ച് കൂടി പോയിട്ടോ. എന്തായാലും എടുത്തത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനിട്ട് ഗൈസ്. കുറച്ച് ഒഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ കൂടി പോയോ എന്ന് കേട്ടോ. കാരണം ഈ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ പൊടി കുറച്ച് കൂടുതലായതുകൊണ്ട് കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം കുറച്ച് കുറവായിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ അധികം കുട്ടികളെ കയ്യിലും ബ്ലാക്ക് കളറാണ് കേട്ടോ ഉണ്ടാവല്, ബ്ലാക്ക് ഹെന്നാന്ന് പറഞ്ഞിട്ട്. അതാണ് എല്ലാവരും ഇപ്പോൾ ഇടൽ. അപ്പോൾ ഞാനിതാ എന്തായാലും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇട്ടിരുന്നു, ഇപ്പോൾ കുറേ ആയിട്ട് ഇടലില്ല. അപ്പോൾ ഇതാ എന്തായാലും എൻ്റെ നഖം വളരില്ല കേട്ടോ ഗൈസ്. എത്ര ഞാൻ വളർത്താൻ നോക്കിയാലും വളരില്ല, അങ്ങനത്തെ ഒരു നഖമാണ് എൻ്റെ നഖം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഹെന്ന ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയിട്ടിട്ടുണ്ട്, ഇപ്പോഴൊന്നും കഴിയില്ലെന്ന് അറിയുന്നതുകൊണ്ട് ഫസ്റ്റത്തെ ഒരു വിരൽ മാത്രം ഇട്ട് കാണിച്ചിട്ട് ബാക്കി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാട്ടോ ഗൈസ് ഇടണം. എനിക്ക് നല്ലോണം സമയം എടുത്തിട്ട് ഇടാൻ കഴിയുള്ളൂ. അങ്ങനെ ഇതാ അപ്പോൾ ഒരു വിരൽ കംപ്ലീറ്റ് ചെയ്ത് ബാക്കി ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നോക്കുമ്പോൾ അതാ നല്ലോണം ബാക്കിയായിട്ടുണ്ട്. ആകെ കുറച്ച് മാത്രമേ ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി ഫുള്ള് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് കുറച്ച് അനിയത്തിക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ മാറ്റി വെക്കാൻ കേട്ടോ ഗൈസ്. പിന്നെ ഇനിയുള്ള ടാസ്ക് ഉണങ്ങലാണ് കേട്ടോ. ഉണങ്ങാൻ ഭയങ്കര ടൈമാണ് ഗൈസ്. അങ്ങനെ ഉണങ്ങാനുള്ള ടൈമിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ ഞാൻ. അപ്പോഴാണ് ഗൈസ് ഞാനൊരു സംഭവം വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിലുണ്ടല്ലോ ആദ്യം ഈ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ നല്ലോണം കുരു വന്നിട്ട് ഒരുപാട് പാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പാട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത സാധനം ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിലേക്ക് കാണിക്കാമെന്ന്. കാരണം അന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ഓയിൽമെൻറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്തായാലും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അതൊന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് കുങ്കുമാതി ലേപം. ഇതിൻ്റെ രണ്ടാമത്തെ കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് രണ്ടാമത് മേടിച്ചാണിത്. ഇതെനിക്ക് അല്ലാണ്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കുറച്ച് ഇതിന് കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പ് ഇതിൻ്റെ പാടുകൾ മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, നെറ്റിയിലുള്ള പാടുകളൊക്കെ പോയിട്ടുണ്ട്. അതിന് മുമ്പത്തെ പാടുള്ള ഭാഗം ഞാൻ കാണിച്ചുതരാം ഗൈസ്. തന്നോ കവിളിലും നെറ്റിയിലൊക്കെ ഒരുപാട് ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള പാടുകളായിരുന്നു കേട്ടോ, നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തേച്ചതിന് ശേഷമാണ് എനിക്ക് നല്ല മാറ്റം കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യുക. വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ മേടിച്ചത് ഒരു ആയുർവേദശാലയിൽ നിന്നായിരുന്നു കേട്ടോ. ആ ബ്ലാക്ക് തന്നെ ഞാൻ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ വലിയ രസമൊന്നുമില്ല, 2 ദിവസം കഴിയുമ്പോൾ നല്ല അടിപൊളിയായി കരട്ടെ ഗൈസ്. മുകളിലത്തെ ഭാഗം കുറച്ച് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ അത്ര കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി ഗൈസ്. ഓക്കെ.